നമസ്കാരം. ജീവിതത്തിൽ പഠിച്ച ചെറിയ പാഠങ്ങൾ എന്ന പരമ്പരയിലേക്ക് വീണ്ടും സ്വാഗതം. ഇവ പുസ്തകത്തിലെ അറിവുകളല്ല, എനിക്ക് ജീവിതത്തിൽ ലഭിച്ച തിരിച്ചറിവുകളാണ്. ചിലത് സന്തോഷത്തോടെ പഠിച്ചവ, ചിലത് കൈപ്പേറിയ അനുഭവങ്ങളിൽ നിന്ന്, മറ്റു ചിലത് ഞാനിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നവ. ഞാൻ മനസ്സിലാക്കിയ കാര്യങ്ങൾ എന്നേക്കാൾ കുറച്ചുകൂടി നേരത്തെ മറ്റൊരാൾക്ക് മനസ്സിലാക്കാൻ ഒരുപക്ഷെ ഇത് സഹായിച്ചേക്കാം എന്നൊരു ചെറിയ ആഗ്രഹം മാത്രമാണ് ഈ പരമ്പരയ്ക്ക് പിന്നിൽ. നമ്മുടെ പാഠം ഇന്ന് ഇതാണ്: നിങ്ങൾ നിങ്ങളോട് തന്നെ ആത്മാർത്ഥതയുള്ളവരായി ജീവിക്കുക. ലിവ് ഒതന്റിക്കലി. പ്രശംസയ്ക്കോ അംഗീകാരത്തിനോ വേണ്ടി ആകരുത് ജീവിതം, മറിച്ച് നിങ്ങൾ അറിഞ്ഞു വിശ്വസിക്കുന്ന നിലപാടുകൾക്ക് വേണ്ടിയായിരിക്കണം. നമുക്കെല്ലാവർക്കും മറ്റുള്ളവരിൽ നിന്ന് അംഗീകാരവും സ്നേഹവും ബഹുമാനവും ലഭിക്കാൻ ആഗ്രഹമുണ്ട്. അതിൽ തെറ്റൊന്നുമില്ല. പക്ഷേ നമ്മളോട് തന്നെ സത്യസന്ധത പുലർത്തുന്നതിനേക്കാൾ മറ്റുള്ളവരുടെ അംഗീകാരം വലുതാണ് എന്ന് നാം ചിന്തിക്കാൻ തുടങ്ങുന്നതാണ് പ്രശ്നമുണ്ടാക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ട ലളിതമായ ഒരു സത്യമുണ്ട്: നമുക്ക് ഒരിക്കലും ഈ ലോകത്തിലെ എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ കഴിയുകയില്ല. നിങ്ങൾ കണ്ടുമുട്ടുന്ന ഓരോ വ്യക്തിക്കും നിങ്ങളെക്കുറിച്ച് വ്യത്യസ്തമായ കാഴ്ചപ്പാടുകളാവും ഉണ്ടാകുക. ചിലർക്ക് നിങ്ങൾ വളരെ ശാന്തനായി തോന്നും, മറ്റു ചിലർക്ക് നിങ്ങൾ ഒരു വഴക്കാളിയായിരിക്കാം. ചിലർക്ക് നിങ്ങൾ ലക്ഷ്യങ്ങളുള്ള ആളാണ്, മറ്റു ചിലർ നിങ്ങൾക്ക് യാതൊരു ലക്ഷ്യബോധവുമില്ലാത്ത ആളാണ്. ഒരാൾ നിങ്ങളെ പിശുക്കൻ എന്ന് വിളിക്കുമ്പോൾ മറ്റൊരാൾ നിങ്ങളെ ഉദാരമനസ്കൻ എന്ന് വിളിക്കാം. പറഞ്ഞു വരുന്നത്, എല്ലാവരുടെയും കയ്യടി വാങ്ങാൻ ഇറങ്ങി പുറപ്പെട്ടാൽ നിങ്ങൾ ഒരിക്കലും എത്താത്ത ഒരു മരീചികയിലേക്കുള്ള യാത്രയാവും. അതായത് എല്ലാവർക്കും 5 സ്റ്റാർ റേറ്റിംഗ് കിട്ടുന്ന ഒരു മനുഷ്യരും ഈ ലോകത്തില്ല. എന്നിട്ടും നമ്മളിൽ പലരും വർഷങ്ങളോളം ഇതിനായി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടാൻ വേണ്ടി നമ്മൾ നമ്മുടെ അഭിപ്രായങ്ങൾ മൃദുവാക്കുന്നു, വിയോജിപ്പുകൾ ഉള്ളിലൊതുക്കുന്നു, മറ്റുള്ളവർ ചിരിക്കുമ്പോൾ വെറുതെ കൂടെ ചിരിക്കുന്നു, മനസ്സുകൊണ്ട് തെറ്റാണെന്നറിയാവുന്ന കാര്യങ്ങൾ പോലും ചിലപ്പോൾ നമ്മൾ കൂട്ടുനിൽക്കുന്നു. ആളുകൾ നമ്മളെ അംഗീകരിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുന്ന രീതി, വസ്ത്രധാരണം, പെരുമാറ്റമൊക്കെ മാറ്റിമറിക്കുന്നു. എന്റെ ജീവിതത്തിൽ ഞാൻ കുറച്ചു വൈകി മനസ്സിലാക്കിയ മറ്റൊരു സത്യമുണ്ട്: എല്ലാവരെയും സന്തോഷിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ ആളുകൾക്ക് എന്നോട് സ്നേഹം കൂടുകയല്ല ചെയ്യുന്നത്, മറിച്ച് നോ എന്ന് പറയാൻ കഴിയാത്ത ഒരാൾ എളുപ്പത്തിൽ ചൂഷണം ചെയ്യാവുന്ന ഒരു ലക്ഷ്യമായിട്ട് മാറാം. ഈ യാഥാർത്ഥ്യം നമ്മൾ തിരിച്ചറിയുന്ന ദിവസം നമ്മുടെ ജീവിതത്തിൽ വലിയൊരു മാറ്റം സംഭവിക്കും. നമ്മൾ മറ്റുള്ളവർക്ക് വേണ്ടി ജീവിക്കുന്നത് നിർത്തി നമ്മൾക്ക് വേണ്ടി ജീവിക്കാൻ തുടങ്ങും. പക്ഷേ ഒതന്റിസിറ്റി എന്ന് പറഞ്ഞാൽ ഞാൻ പറയുന്നത് മാത്രമാണ് ശരി എന്ന് അഹങ്കരിക്കലല്ല, മറിച്ച് ഇതാണ് ഇന്ന് എന്റെ വിശ്വാസം എന്ന് ധൈര്യത്തോടെ വിനയത്തോടെ പറയാനും, അതേസമയം നാളെ സത്യം വേറൊന്നാണെന്ന് തെളിഞ്ഞാൽ അത് അംഗീകരിക്കാനുമുള്ള വിനയം കാണിക്കാനുള്ള മനസ്സാണത്. വിനയമില്ലാത്ത ദൃഢത അഹങ്കാരമായി മാറും. ദൃഢതയില്ലാത്ത വിനയം വേറൊരു പ്രീണിപ്പിക്കലായി അല്ലെങ്കിൽ പീപ്പിൾ പ്ലീസിംഗ് ആയി മാറും. യഥാർത്ഥ ജ്ഞാനത്തിന് വിനയവും ദൃഢതയും രണ്ടും ആവശ്യമാണ്. മഹാത്മാഗാന്ധി ഇതിനെക്കുറിച്ച് മനോഹരമായി പറഞ്ഞിട്ടുണ്ട്: നിങ്ങൾ ചിന്തിക്കുന്നത്, നിങ്ങൾ പറയുന്നത്, നിങ്ങൾ ചെയ്യുന്നതും പരസ്പരം ചേർന്ന് പോകുമ്പോഴാണ് ശരിക്കും നിങ്ങൾ നിങ്ങളായി ജീവിക്കുന്നത്. ചരിത്രത്തിൽ ഇങ്ങനെ ജീവിച്ച ഒരുപാട് പ്രമുഖരുണ്ട്. പക്ഷെ എനിക്ക് നേരിട്ട് പരിചയമില്ലാത്ത ആ പ്രമുഖരെ കുറിച്ചൊന്നും, അത് ബുദ്ധനോ എബ്രഹാം ലിങ്കണോ നെൽസൺ മണ്ടേലയോ, അവരെക്കുറിച്ചൊന്നും സംസാരിക്കാൻ ഞാൻ ആളല്ല. എനിക്ക് നന്നായി അറിയാവുന്നത് എന്റെ സ്വന്തം മനസ്സിനെ കുറിച്ചാണ്. തിരിഞ്ഞു നോക്കുമ്പോൾ ഉള്ളിൽ ആത്മാർത്ഥതയോടെ ജീവിക്കണമെന്ന് ഞാൻ ആഗ്രഹിച്ചിരുന്നു. എങ്കിലും മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ ശ്രമിക്കുന്ന എന്റെ തന്നെ മറ്റൊരു മുഖവും ഞാൻ കണ്ടിട്ടുണ്ട്. വിയോജിപ്പ് തുറന്നു പറയാതെ ഞാൻ പേടിച്ചു മിണ്ടാതിരുന്ന സന്ദർഭങ്ങളുണ്ട്. ശരി എന്ന് അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യാതിരുന്നിട്ടുണ്ട്. തെറ്റിന് കൂട്ടുനിന്നിട്ടുണ്ട്. തനിച്ചു നിൽക്കുന്നതിനേക്കാൾ എളുപ്പം എല്ലാവരുടെയും കൂട്ടത്തിൽ ലയിച്ചു പോകുന്നതാണല്ലോ. അംഗീകാരത്തിന് വേണ്ടി സ്വന്തം മനസാക്ഷിയെ തള്ളിപ്പറയുമ്പോഴൊക്കെ എന്റെ ഉള്ളിലെ സത്വത്തിന്റെ ചെറിയൊരു പങ്ക് എനിക്ക് നഷ്ടപ്പെടുകയായിരുന്നു എന്ന് കാലക്രമേണ ഞാൻ തിരിച്ചറിഞ്ഞു. ചിലപ്പോഴൊക്കെ ഇപ്പോഴും അത് സംഭവിക്കാറുണ്ട്. ഞാൻ ഇപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഷേക്സ്പിയർ എഴുതിയ പ്രശസ്തമായ ഒരു വരിയുണ്ട്: നിന്നോട് തന്നെ നീ വിശ്വസ്തനായിരിക്കുക, അല്ലെങ്കിൽ ടു ദൈൻ ഓൺ സെൽഫ് ബി ട്രൂ. തലമുറകൾ കഴിഞ്ഞിട്ടും ഈ വാക്കുകൾ നിലനിൽക്കുന്നത് ഓരോ കാലഘട്ടത്തിലും കുറെ മനുഷ്യർ തിരിച്ചറിയുന്ന വലിയൊരു സത്യം ഇതിന്റെ ഉള്ളിലുള്ളതുകൊണ്ടാണ്. സാധാരണ ജീവിതത്തിൽ നമുക്കിത് കാണാം. ഒരു മീറ്റിംഗിൽ എല്ലാവരും തലയാട്ടുമ്പോൾ മാന്യമായി വിയോജിക്കാൻ ധൈര്യം കാണിക്കുന്ന ഒരു വ്യക്തി, പരീക്ഷയ്ക്ക് കോപ്പിയടിക്കുന്നത് സാരമില്ലെന്ന് എല്ലാവരും കരുതുമ്പോൾ അതിന് തയ്യാറല്ല എന്ന് പറയാൻ ചങ്കുറപ്പുള്ള ഒരു വിദ്യാർത്ഥി, നമ്മൾ ഉള്ളിൽ തട്ടിയുള്ള ആത്മാർത്ഥത കാണിക്കുമ്പോൾ അതിന് ഉടനടി പ്രതിഫലം കിട്ടണമെന്നില്ല. ചിലപ്പോൾ അത് സൗഹൃദങ്ങൾ നഷ്ടപ്പെടുത്തിയേക്കാം, സ്ഥാനക്കയറ്റങ്ങളോ അവസരങ്ങളോ ഇല്ലാതാക്കിയേക്കാം. ചിലപ്പോഴൊക്കെ ഒറ്റപ്പെട്ടു പോയതായോ ആരും മനസ്സിലാക്കുന്നില്ലെന്നോ
നിങ്ങൾക്ക് തോന്നാം. ആ തീരുമാനങ്ങൾ ഒരുപക്ഷെ ജനപ്രീതി നൽകിയെന്ന് വരില്ല, പക്ഷേ ഉള്ളിന്റെ ഉള്ളിൽ ഒരു കുളിർമ നൽകും. ആ സന്തോഷം സ്വയം നേടിയെടുത്താലേ ലഭിക്കൂ. മറ്റാരും അതിന് വില കൽപ്പിക്കണമെന്നില്ല, അറിയാനും പോകുന്നില്ല. പക്ഷേ പിന്നീട് ആളുകൾ വാക്കും പ്രവൃത്തിയും ഒന്നായിരിക്കുന്ന നിങ്ങളെ എപ്പോഴും വിശ്വസിക്കും. പക്ഷെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം കൂടെ ഞാൻ പറയാം. എപ്പോഴും നിങ്ങളുടെ കൂടെ നിൽക്കുന്ന ചുരുക്കം ചില ആളുകൾ ഉണ്ടെങ്കിൽ അവർ നിങ്ങളുടെ അഭിനയം കണ്ടിട്ടല്ല, മറിച്ച് നിങ്ങളുടെ യഥാർത്ഥ സ്വഭാവം അറിഞ്ഞുകൊണ്ട് കൂടെ നിൽക്കുന്നവരായിരിക്കും. അത്തരം ബന്ധങ്ങൾ വളരെ ആഴമുള്ളതും ആയുസ്സുള്ളതുമായിരിക്കും. കള്ളന്മാരും ചതിയന്മാരും ആത്മാർത്ഥതയില്ലാത്തവരും ഉൾപ്പെടെ മുഖംമൂടികൾ അണിഞ്ഞ മനുഷ്യർ നിറഞ്ഞ ഈ ലോകത്ത് സ്വന്തം വ്യക്തിത്വം കാത്തു സൂക്ഷിക്കുന്ന ആളുകൾക്ക് പ്രത്യേക ഒരു സ്ഥാനമുണ്ട്. വ്യാജമല്ലാത്ത യഥാർത്ഥമായ ആ ഒരു വ്യക്തിയെ പരിചയപ്പെടാനും ചേർത്ത് നിർത്താനും ലോകത്തെല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്. ഒരു കാര്യം കൂടി, നമ്മൾ നമ്മുടെ നിലപാടുകൾ ഉറച്ചു നിൽക്കുന്നു എന്നാൽ അത് മറ്റുള്ളവരുടെ മേൽ അടിച്ചേൽപ്പിക്കണം എന്നാഗ്രഹിക്കരുത്. മറ്റുള്ളവർ വേറൊരു വഴി തിരഞ്ഞെടുക്കുമ്പോൾ അവരോട് തർക്കിക്കാനോ ദേഷ്യപ്പെടാനോ പോകേണ്ടതില്ല. ഒരു കാര്യം ഞാൻ തുറന്നു പറയാം. കപടനാട്യം കാണിക്കുന്നവരെ കണ്ട് ഞാൻ അസ്വസ്ഥനായിട്ടുണ്ട്. എന്നാൽ ജീവിതം എനിക്ക് മുന്നിൽ ഒരു കണ്ണാടി വെച്ച് തന്നപ്പോൾ എന്റെ ഉള്ളിലും ഇത്തരം ചില പൊരുത്തക്കേടുകൾ ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അതെന്നെ വിനീതനാക്കിയ ഒരു പാഠമായിരുന്നു. മറ്റുള്ളവരുടെ മുഖമൂടികൾ വലിച്ചു കീറുന്നതിലല്ല, മറിച്ച് നമ്മുടെ സ്വന്തം മുഖമൂടികൾ അഴിച്ചു വെക്കുന്നതിലാണ് ആത്മാർത്ഥതയുടെ തുടക്കം. മറ്റുള്ളവരുടെ കണ്ണിലെ കരട് എടുക്കുന്നതിന് മുൻപ് സ്വന്തം കണ്ണിലെ കോലെടുക്കുക എന്ന ബൈബിളിലെ പ്രശസ്തമായ വചനം ഓർക്കുക. ജീവിതം അവസാനിക്കുമ്പോൾ നമ്മൾ എത്രത്തോളം പ്രശസ്തരായിരുന്നു എന്നതിനേക്കാൾ നമ്മൾ എത്രത്തോളം യഥാർത്ഥ മനുഷ്യരായിരുന്നു എന്നാണ് ആളുകൾ ഓർക്കുക. അതിലുപരി മറ്റുള്ളവരുടെ കൈയടിക്ക് വേണ്ടിയാണോ അതോ സ്വന്തം മനസാക്ഷിക്കനുസരിച്ചാണോ നമ്മൾ ജീവിച്ചത് എന്ന വലിയൊരു ആത്മസംതൃപ്തി നമുക്ക് സ്വയം ഉണ്ടായിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് ഇന്ന് നമുക്ക് സ്വയം ഈ 3 ചോദ്യങ്ങൾ ചോദിക്കാം. 1, ഞാൻ എന്നോട് തന്നെ സത്യസന്ധത പുലർത്തുന്നുണ്ടോ? 2, സ്വന്തം ആത്മാർത്ഥതയ്ക്ക് കൊടുക്കേണ്ടി വരുന്ന വില നൽകാൻ ഞാൻ തയ്യാറാണോ? 3, പുതിയ കാര്യങ്ങൾ പഠിക്കാനുള്ള വിനയവും നിലപാടുകൾ ഉറച്ചു നിൽക്കാനുള്ള ധൈര്യവും എനിക്കുണ്ടോ? ഒരുപക്ഷെ ഇതായിരിക്കാം ജീവിതത്തിൽ ഇന്ന് നമ്മൾ പഠിക്കേണ്ട ചെറിയ ഒരു പാഠം. വീണ്ടും കാണും വരെ ജീവിതത്തിൽ നിന്ന് പഠിക്കുക മാത്രമല്ല, പഠിച്ച കാര്യങ്ങൾ ധൈര്യത്തോടെ ജീവിതത്തിൽ പകർത്താനും നമുക്ക് ശ്രമിക്കാം. നന്ദി.